ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സിമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ലബോറട്ടറി ടെസ്റ്റുകൾ ഡിസ്കസ് ചെയ്തു. സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, അതേപോലെ നോർമൽ കൺസിസ്റ്റൻസി, സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് എങ്ങനെ നമുക്ക് സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ് കണ്ടുപിടിക്കാം എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സെറ്റിംഗ് ടൈം? ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ സിമെൻറ്റ് പേസ്റ്റ് ടു ഹാർഡ് സോളിഡ് മാസ് ഈസ് നോൺ ആസ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്. പൗഡർ ഫോമിലുള്ള സിമെൻറ്റിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നു. വാട്ടർ ആഡ് ചെയ്ത ശേഷം അതൊരു പേസ്റ്റ് ഫോമിലേക്ക് മാറി. അതിനുശേഷം അത് ഹാർഡൻ ചെയ്യും. സിമെൻറ്റ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്ത് ഹാർഡൻ ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ ആഡ് ചെയ്ത് മുതൽ ഈ ഹാർഡൻ ചെയ്യുന്ന വരെയുള്ള ടൈമിനെയാണ് നമ്മൾ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്, അതായത് സിമെൻറ്റ് സെറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത്. സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ്. രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം. രണ്ടും ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ് വിക്കാറ്റ് അപ്പാരറ്റസ്. നമ്മൾ കൺസിസ്റ്റൻസി ടെസ്റ്റിൽ വിക്കാറ്റ് അപ്പാരറ്റസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെയിം അപ്പാരറ്റസ് തന്നെയാണ് സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്ലഞ്ചറിന് പകരം നമ്മളിവിടെ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നീഡിലിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ പറയാം. ആദ്യം നമുക്ക് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. എന്താണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത്? ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഈസ് ദ ടൈം ഇലാപ്സ്ഡ് ബിറ്റ്വീൻ ദ മൊമെൻറ്റ് that the water is added to the cement to the time that the paste starts losing its plasticity. സിമെൻറ്റിൽ വാട്ടർ ആഡ് ചെയ്ത ആ ഒരു മൊമെൻ്റ് മുതൽ സിമെൻറ്റിൻ്റെ പ്ലാസ്റ്റിസിറ്റി, പേസ്റ്റ് രൂപത്തിലുള്ള സിമെൻറ്റിൻ്റെ പ്ലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്ന, അതായത് സ്റ്റാർട്ട്സ് ടു ലോസിങ് ഇറ്റ്സ് പ്ലാസ്റ്റിസിറ്റി എന്നാണ്. പ്ലാസ്റ്റിസിറ്റി ലോസ് ചെയ്യാൻ തുടങ്ങുന്ന ആ മൊമെൻ്റ് വരെയുള്ള ടൈമിനെയാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. സിമെൻറ്റ് നമ്മൾ കൺസ്ട്രക്ഷനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സിമെൻറ്റിൽ വാട്ടർ ആഡ് ചെയ്യുന്നു, നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് ഏത് സ്ട്രക്ചറിലാണോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം കോമ്പാക്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു. അപ്പം അത്രയും സമയം ഈ സിമെൻറ്റ് പേസ്റ്റ് രൂപത്തിൽ തന്നെ ആയിരിക്കണം. ഹാർഡൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺസ്ട്രക്ഷൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ പേസ്റ്റ് രൂപത്തിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ആ ഒരു ടൈമിനെയാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം മിനിമം 30 മിനിറ്റ്സ് എങ്കിലും വേണം. അതായത് 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ സിമെൻറ്റ് ഇനീഷ്യൽ സെറ്റിംഗ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഫോർ ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം വിക്കാറ്റ് അപ്പാരറ്റസ് ഹാവിങ് 1 mm² നീഡിൽ ഈസ് യൂസ്ഡ്. കൺസിസ്റ്റൻസി ടെസ്റ്റിന് നമ്മൾ പ്ലഞ്ചറാണ് യൂസ് ചെയ്തെങ്കിൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിൽ ഒരു നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 1 mm², അത്രയായിരിക്കണം അതിൻ്റെ ക്രോസ് സെക്ഷൻ. അതിൻ്റെ ഫിഗർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന് യൂസ് ചെയ്യുന്ന നീഡിൽ. അപ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ 1 mm² ആണ്. അപ്പോൾ ഈ ഒരു പോർഷൻ ഒരു മൂവിങ് റോഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഡിറ്റർമിൻ ചെയ്യുന്നത്? ദ പീരീഡ് എലാപ്സിങ് ബിറ്റ്വീൻ ദ ടൈം വെൻ വാട്ടർ ഈസ് ആഡഡ് ടു ദ സിമെൻറ്റ് and the time at which the needle penetrates the test block to a depth equal to 33 to 35 mm from the top is taken as initial setting time. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു സിമെൻറ്റ് പേസ്റ്റ് വിക്കാറ്റ് മൗൾഡിൽ ഫില്ല് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം വിക്കാറ്റ് നീഡിലിൻ്റെ താഴെ വെക്കുന്നു. വിക്കാറ്റ് അപ്പറാറ്റസിൻ്റെ നീഡിലിൻ്റെ താഴെ വെക്കുന്നു. അപ്പോൾ നീഡിൽ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അത് എൻഡ് വരെ പോകും. അതായത് മൗൾഡിൻ്റെ ടോട്ടൽ തിക്നെസ് 40 mm ആണ്. അപ്പോൾ അതിൻ്റെ എൻഡ് വരെ പോകും. അപ്പോൾ ടൈം കൂടുന്നതിനനുസരിച്ച് സിമെൻറ്റ് മെല്ലെ സെറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതായത് 33 to 35 mm ഫ്രം ടോപ്പ്, മുകളിൽ നിന്ന് ഒരു 35 mm വരെയാണ് നീഡിലിൻ്റെ പെനട്രേഷൻ എത്തുന്നതെങ്കിൽ ആ ഒരു ടൈം വരെയാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതായത് ആദ്യം ഫുള്ളായിട്ട് ചിലപ്പം പെനട്രേറ്റ് ചെയ്ത് പോകും, പിന്നെ കുറച്ച് ചെറിയൊരു പോർഷൻ അടിയിൽ നിന്ന് പെനട്രേറ്റ് ചെയ്യാതിരിക്കും. അങ്ങനെ അടിയിൽ നിന്ന് താഴ്ന്ന് നോക്കുകയാണെങ്കിൽ ഒരു 5 mm പെനട്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു
പൊസിഷൻ എത്തുന്ന സമയത്ത് എത്രയാണോ ടൈം ആയിട്ടുള്ളത്, അതായത് വാട്ടർ ആഡ് ചെയ്ത മുതൽ ആ ഒരു പെനട്രേഷൻ വരെ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ നമുക്ക് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഐ വിൽ ടേക്ക് 500 gram of cement and mixed with 0.85 p percentage of water, where p is the amount of water required for the standard consistency. നമ്മൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോർമൽ കൺസിസ്റ്റൻസി എത്ര വാട്ടർ പെർസെൻറ്റേജ് ആണ് സിമെൻറ്റ്, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്, ഫൈനസ് ഓഫ് സിമെൻറ്റ്, സ്ട്രെങ്ത് ഓഫ് ദ സിമെൻറ്റ് തുടങ്ങിയ ടെസ്റ്റുകൾക്ക് യൂസ് ചെയ്യാൻ എത്ര പെർസെൻറ്റേജ് വാട്ടറാണ് എടുക്കേണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പി എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടുള്ളത് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ, നോർമൽ കൺസിസ്റ്റൻസിക്ക് വേണ്ട പെർസെൻറ്റേജ് ഓഫ് വാട്ടറാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ കൺസിസ്റ്റൻസിക്ക് എത്ര പെർസെൻറ്റേജ് വാട്ടറാണ്, പെർസെൻറ്റേജ് ബൈ വെയിറ്റ് എത്ര വാട്ടറാണ് എടുക്കേണ്ടത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കൺസിസ്റ്റൻസി ടെസ്റ്റിൽ. അപ്പോൾ ആ പെർസെൻറ്റേജ് ഇൻറ്റു 0.85, അതായത് 0.85 ഇൻറ്റു പി എത്രയാണോ, എത്ര പെർസെൻറ്റേജ് ആണോ വാട്ടർ കിട്ടുന്നത് അത്രയാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അത്രയും 0.85 പി വാട്ടർ എടുത്തിട്ട് 500 ഗ്രാമുമായിട്ട് സിമെൻറ്റുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ തന്നെ, വാട്ടർ ആഡ് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ തന്നെ ഒരു സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ദ സിമെൻറ്റ് പേസ്റ്റ് ഈസ് ഫിൽഡ് ഇൻ വിക്കാറ്റ് മോൾഡ്. അപ്പോൾ വാട്ടർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യൂണിഫോം മിക്സ് ആക്കിയതിന് ശേഷം വിക്കാറ്റ് മോൾഡിൽ നമ്മൾ സിമെൻറ്റ് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു 2 to 3 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ദ സ്ക്വയർ നീഡിൽ ഓഫ് ക്രോസ് സെക്ഷൻ 1 mm into 1 mm കോൾഡ് ആസ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം നീഡിൽ ഈസ് അറ്റാച്ച്ഡ് ടു ദ മൂവിങ് റോഡ് ഓഫ് ദ വിക്കാറ്റ് അപ്പാരറ്റസ്. വിക്കാറ്റ് അപ്പാരറ്റസിൻ്റെ മൂവിങ് റോഡിൽ താഴെ ഈ ഒരു 1 mm സ്ക്വയർ നീഡിൽ അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് ലോവർ ദ നീഡിൽ ജെൻ്റലി ആൻഡ് ബ്രിങ് ഇറ്റ് ഇൻ കോൺടാക്ട് വിത്ത് ദ സർഫസ് ഓഫ് ദ ടെസ്റ്റ് ബ്ലോക്ക് ആൻഡ് ക്വിക്ക്ലി റിലീസ്. അപ്പോൾ അതിൻ്റെ നീഡിലിൻ്റെ എൻഡ് ടിപ്പ് സർഫസിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നല്ല താഴ്ത്തി കൊണ്ടുവെക്കുക. പെട്ടെന്ന് സഡൻലി നമ്മൾ റിലീസ് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിൽ ഇൻ ദ ബിഗിനിങ് ദ നീഡിൽ പെനട്രേറ്റ്സ് കംപ്ലീറ്റ്ലി, ചിലപ്പം കംപ്ലീറ്റ് ആയിട്ട് പെനട്രേറ്റ് ചെയ്യും. നീഡിലിൻ്റെ ബോട്ടം വിക്കാറ്റ് മോൾഡിൻ്റെ താഴെ വരെ എത്താൻ സാധ്യതയുണ്ട്. ദെൻ ടൈം പോകുന്നതിനനുസരിച്ച് അതിൻ്റെ പെനട്രേഷൻ ഡെപ്ത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇറ്റ് ഈസ് ദെൻ ടേക്കൺ ഔട്ട് ആൻഡ് ഡ്രോപ്ഡ് അറ്റ് ഫ്രഷ് പ്ലേസ്. അതായത് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റിൽ നമ്മൾ നീഡിൽ താഴെ വരെ എത്തുന്നുണ്ടാവും, അത് പിന്നീട് പുറത്തെടുത്തിട്ട് നീഡിൽ നമ്മൾ ക്ലീൻ ചെയ്യണം. നീഡിൽ ക്ലീൻ ചെയ്തിട്ട് മോൾഡ് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് മറ്റൊരു പൊസിഷനിൽ നീഡിൽ പ്ലേസ് ചെയ്യുക. എഗെയിൻ നമ്മൾ റിലീസ് ചെയ്യുക, മൂവിങ് റോഡ് റിലീസ് ചെയ്യാം. ദെൻ ദ പ്രൊസീജിയർ ഈസ് റിപ്പീറ്റഡ് അണ്ടിൽ ദ നീഡിൽ ഫെയിൽസ് ടു pierce the cement paste in block for about 5 mm measured from the bottom of the mold. അപ്പോൾ മോൾഡിൻ്റെ താഴെ നിന്ന് 5 mm ഡിസ്റ്റൻസ് പെനട്രേറ്റ് ചെയ്യാൻ ഫെയിൽ ആവുന്നത് വരെ, അതായത് 35 mm വരെ പെനട്രേഷൻ വരുന്നുള്ളെങ്കിൽ ആ ഒരു ടൈം വരെ നമ്മൾ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ആ ടൈമിൽ നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് ചെയ്തു ടൈം മെഷർ ചെയ്യുക. അതായത് സ്റ്റാർട്ടിങ്ങിൽ വാട്ടർ ആഡ് ചെയ്ത സമയം മുതൽ ഈ ഒരു 5 mm വരെ പെനട്രേഷൻ എത്തുന്ന സമയം വരെ നമ്മൾ സ്റ്റോപ്പ് വാച്ചിൽ കൗണ്ട് ചെയ്യുക. ആ ഒരു ടൈമാണ് നമ്മൾ പറയുന്ന ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. ദസ് ദ ടൈം ദസ് റെക്കോർഡഡ് ഷാൾ ബി ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. അപ്പോൾ അത്രയും ടൈം എടുക്കും. നോർമലി അത് 30 minutes ആണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൽ വരുന്നത്. 30 minutes ആണ്, 30 or above. 30 minutes കുറയാൻ പാടില്ല. Next, final setting time. The final setting time is the time elapsed between the moment water is added to the cement and the time when the paste has completely lost its plasticity and has attained sufficient firmness to resist certain definite pressure. Final setting time എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ആഡ് ചെയ്തത് മുതൽ സിമെൻറ്റ് അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ചെയ്യുന്ന മൊമെൻ്റ് വരെ, അതായത് സിമെൻറ്റ് നമുക്ക് റീഫോം ചെയ്യാത്ത ആ ഒരു ടൈം വരെ, റീഫോം ചെയ്യാൻ പറ്റാത്ത ഒരു ടൈം വരെയാണ് ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതായത് അതിനൊരു സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് ഉണ്ടാവും, സഫിഷ്യൻറ്റ് ഫേംനെസ് ഉണ്ടാവും, ആൻഡ് പുറത്തുനിന്നുള്ളൊരു പ്രഷറിനെ ഒക്കെ റെസിസ്റ്റ് ചെയ്യാൻ, ഡിഫോർമേഷനൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. ആ ഒരു സ്ട്രെങ്ത് എത്തുന്നവരെയാണ് ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് മോർ ദാൻ 10 hours ഫോർ OPC. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൽ ഫൈനൽ സെറ്റിംഗ് ടൈം 10 hours കൂടാൻ പാടില്ല.
ഇപ്പോൾ 10 ഹവേഴ്സിൻ്റെ ഉള്ളിൽ അത് സഫീഷ്യൻറ്റ് ഫേംനെസ് അറ്റൈൻ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആവണം. In this test, the initial setting time needle is replaced by final setting time needle with a circular attachment. ഇപ്പോൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന് യൂസ് ചെയ്ത നീഡിൽ നമ്മൾ മാറ്റിയിട്ട് ഫൈനൽ സെറ്റിംഗ് ടൈമിന് വേറെ സെപ്പറേറ്റ് നീഡിൽ യൂസ് ചെയ്യണം. അതായത് ആ നീഡിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ നീഡിലിൻ്റെ എൻഡിലൊരു സർക്കുലർ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ നീഡിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫൈനൽ സെറ്റിംഗ് ടൈമിന് നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിൽ. ഇപ്പോൾ നീഡിലിൻ്റെ എൻഡിലൊരു സർക്കുലർ അറ്റാച്ച്മെൻറ്റ് കാണാം. ഒരു 5 mm ഡയമീറ്ററുള്ള ഒരു സർക്കുലർ അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ ഈ നീഡിൽ 1 mm² തന്നെയാണ് നീഡിലിൻ്റെ ക്രോസ് സെക്ഷൻ. പിന്നെ നീഡിലിൻ്റെ ചെറിയൊരു ടിപ്പ് ഈ എൻഡിലുണ്ടാവും. അതായത് ഒരു 0.5 mm ലെങ്ത്തിൽ ഇതിൻ്റെ എൻഡിൽ നീഡിൽ വരുന്നുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ മൂവിങ് റോഡിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിൽ ചെയ്ത പോലെ തന്നെ 0.85% വാട്ടർ എടുത്തു, സിമെൻ്റ് ആയിട്ട് മിക്സ് ചെയ്യുന്നു. യൂണിഫോം മിക്സർ ആക്കിയതിന് ശേഷം, യൂണിഫോം പേസ്റ്റ് ആക്കിയതിന് ശേഷം വിക്കാറ്റ് മൗൾഡിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നു. വിക്കാറ്റ് മൗൾഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ സർഫസ് ഫിനിഷ് ചെയ്യുന്നു. ദെൻ അതിനെ നമ്മൾ വിക്കാറ്റ് അപ്പാരറ്റസിൽ നീഡിലിനെ താഴെയായിട്ട് വെക്കുന്നു. നീഡിലിനെ ലോവർ ചെയ്തിട്ട് അതിൻ്റെ സർഫസിൽ കൊണ്ടുവരുന്നു. ദെൻ ഇറ്റ് ഈസ് റിലീസ്ഡ് ഓൺ ദ ടോപ്പ് സർഫസ് ഓഫ് ദ മൗൾഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ആൻഡ് ദ ടൈം ഈസ് റെക്കോർഡഡ്. അപ്പോൾ നമ്മൾ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്യുന്ന സമയത്ത് മൊമെൻറ്റിൽ തന്നെ നമ്മൾ ജസ്റ്റ് ടൈം റെക്കോർഡ് ചെയ്ത് വെക്കണം. അതായത് സിമെൻറ്റിൽ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ സിമെൻറ്റ് പേസ്റ്റൊക്കെ ആക്കി മൗൾഡിലൊക്കെ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ വിക്കാറ്റ് അപ്പാരറ്റസിനെ നീഡിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ടൈം റെക്കോർഡ് ചെയ്ത് വെക്കണം. ദെൻ സ്റ്റാർട്ടിങ്ങിൽ ദ നീഡിൽ ആൻഡ് സർക്കുലർ അറ്റാച്ച്മെൻറ്റ് വിൽ മേക്ക് ഇംപ്രഷൻ ഓൺ ദ സർഫസ് ഓഫ് ദ പേസ്റ്റ്. സ്റ്റാർട്ടിങ്ങിൽ നീഡിലും അതിൻ്റെ സർക്കുലർ അറ്റാച്ച്മെൻറ്റും സിമെൻറ്റ് പേസ്റ്റിൽ ഇംപ്രഷൻ ഉണ്ടാക്കാം. ദെൻ when the cement is finally set, only needle will make the impression and the circular attachment will fail to do so. നമ്മൾ ഈ പ്രോസസ്സ് അഗെയിൻ റിപ്പീറ്റ് ചെയ്യാം. നീഡിൽ മുകളിൽ വെച്ച് പ്ലേസ് ചെയ്യുക. ഓരോ സമയത്തും നീഡിൽ ക്ലീൻ ചെയ്യുക. മറ്റൊരു പൊസിഷനിൽ സിമെൻറ്റ് പേസ്റ്റിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് മറ്റൊരു പൊസിഷനിൽ ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അവസാനം ഈ സിമെൻറ്റിൻ്റെ ഈ നീഡിലിൻ്റെ സർക്കുലർ അറ്റാച്ച്മെൻറ്റ് ആ സിമെൻറ്റ് പേസ്റ്റിൽ ഇംപ്രഷൻസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ആ ഒരു ടൈം വരെ, അതുവരെ നമ്മൾ ടെസ്റ്റ് ചെയ്യാം. അതായത് നീഡിൽ അതിൻ്റെ സർക്കുലർ അറ്റാച്ച്മെൻറ്റിൻ്റെ ടിപ്പിലുള്ള നീഡിലിൻ്റെ ഒരു 0.5 mm അത് മാത്രമേ ഉണ്ടാവുള്ളൂ നീഡിലിൻ്റെ ലെങ്ത്ത്. അത് മാത്രം ഈ സിമെൻറ്റ് പേസ്റ്റിൽ ഇംപ്രഷൻ ഉണ്ടാക്കുന്നു. ആ സർക്കുലർ അറ്റാച്ച്മെൻറ്റിൻ്റെ ഇംപ്രഷൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ടൈം, അതുവരെ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് ടൈം നമ്മൾ നോട്ട് ചെയ്യാം. ഇപ്പോൾ വാട്ടർ ആഡ് ചെയ്തത് മുതൽ ആ ഒരു മൊമെൻറ്റ് വരെയുള്ള ടൈമായിരിക്കും ഫൈനൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്. ഇൻ അതർ വേർഡ്സ്, ദ പേസ്റ്റ് ഹാസ് അറ്റൈൻഡ് സച്ച് ഹാർഡ്നെസ് ദാറ്റ് ദ സെൻറ്റർ നീഡിൽ ഡസ് നോട്ട് പീസ് ത്രൂ ദ പേസ്റ്റ് മോർ ദാൻ 0.5 mm. 0.5 mm കൂടുതൽ സിമെൻറ്റ് പേസ്റ്റിലൂടെ സെൻട്രൽ നീഡിലിന് കടക്കാൻ പറ്റുക, അതായത് അതിന് കടന്നു പോകാൻ പറ്റാത്ത ആ ഒരു ടൈം വരെയാണ് നമ്മൾ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ആ ഒരു ടൈം ആകുമ്പോഴേക്ക് സിമെൻറ്റ് സഫിഷ്യൻറ്റ് ഹാർഡ്നെസ്, സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. ദ ടൈം റെക്കോർഡഡ് ഷാൾ ബി ദ ഫൈനൽ സെറ്റിംഗ് ടൈം.